Hi, my dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 9 ഇംഗ്ലീഷ് യൂണിറ്റ് 4 എ ട്രൂലി ബ്യൂട്ടിഫുൾ മൈൻഡ് ആണ്. Before you read, who do you think of when you hear the word genius? Who is a genius? What qualities do you think a genius has? അപ്പൊ ജീനിയസ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ആരാണ് ജീനിയസ്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ജീനിയസിന് വേണ്ടത്? ഇപ്പൊ ജീനിയസ് കേൾക്കുമ്പോൾ നമ്മൾ സയന്റിസ്റ്റുകൾ ഓർമ്മ വരും, അബ്ദുൽ കലാം അങ്ങനെയുള്ളവരൊക്കെ ഓർമ്മ വരും അല്ലെ? We shall now read about a young German civil servant who took the world by storm about 100 years ago. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ജർമ്മൻ സിവിൽ സർവന്റ് ആണ്. അദ്ദേഹം ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ ഒരു ജർമ്മനിയിൽ ഒരു സ്റ്റോം ഉണ്ടാക്കി. എങ്ങനെയാണ്? In the summer of 1905, the 26-year-old published in quick succession for groundbreaking papers about light, the motion of particle, the electrodynamics of moving bodies and energy. അപ്പൊ 26 വയസ്സുള്ളപ്പം 1905 ഈ ജർമ്മൻ സിവിൽ സർവന്റ് അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാണ്. എന്തിനെ കുറിച്ചാ? ലൈറ്റിനെ കുറിച്ച്, മോഷൻ ഓഫ് പാർട്ടിക്കിളിനെ കുറിച്ച്, ഇലക്ട്രോഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസിനെ കുറിച്ച്, എനർജിനെ കുറിച്ച്. അത് സയൻസിൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. ഹിസ് വർക്ക് took up only a few pages in scientific journals, but changed forever our understanding of space, time, and the entire cosmos, and transformed the name Einstein into a synonym for genius. അപ്പൊ അദ്ദേഹത്തിന്റെ സയന്റിഫിക് ജേർണൽസിൽ കുറച്ച് ഒന്നോ രണ്ടോ പേജുകളിലെ ഈ ഒരു ജേർണലിൽ വന്നുള്ളൂ, പേജിലാണ് ആ സയന്റിഫിക് ഇൻവെൻഷൻസ് വന്നുള്ളെങ്കിലും ആളുകൾക്ക് സ്പേസിനെ കുറിച്ച്, ടൈമിനെ കുറിച്ച്, ആ എന്താണ് ആ സയൻസിനെ കുറിച്ചിട്ട് ഒരു അറിവ് കിട്ടിയത് ഇത് മൂലമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ ജീനിയസ് എന്ന് പറയുന്ന പട്ടികയില് പേര് അല്ലെങ്കിൽ ഇടം കണ്ടെത്തുകയാണ്. 50 years after his death, Albert Einstein's genius still reigns. അപ്പൊ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 50 വർഷമാകുന്നു. എന്നിട്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ജീനിയസ് എന്ന പട്ടികയിൽ അല്ലെങ്കിൽ ജീനിയസ് എന്ന സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു ജീവചരിത്രമാണ് ഈ ലെസൺ. അപ്പൊ നമുക്ക് തുടങ്ങാം. Albert Einstein was born on 14th March 1879 in the German city Ulm, without any indication that he was destined for greatness. ആൽബർട്ട് ഐൻസ്റ്റീൻ 1879 മാർച്ച് 14 ജർമ്മനിയിലെ ഒരു സിറ്റിയായ ഉൽമിലാണ് ജനിച്ചത്. ജനിക്കുമ്പോൾ യാതൊരു ഇൻഡിക്കേഷനും യാതൊരു എന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രേറ്റ് ആണെന്നുള്ള ഒരു ഗ്രേറ്റ്നെസിന്റെ. ഓൺ ദ കോൺട്രറി, ഹിസ് മദർ തോട്ട് ആൽബർട്ട് വാസ് എ ഫ്രീക്ക്. To her, his head seemed much too large. അപ്പൊ അതിന് വിപരീതമായിട്ട് മദർ വിചാരിച്ചിരുന്നത് ആൽബർട്ടിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ട്, മറ്റുള്ളവരെ പോലെയല്ല, കാരണം അദ്ദേഹത്തിന്റെ തല വളരെ വലുതായിരുന്നു. At the age of 2.5, Einstein still was not talking. അപ്പൊ ഏകദേശം 2.5 വയസ്സായിട്ടും ഐൻസ്റ്റീൻ സംസാരിച്ചു തുടങ്ങിയില്ല. When he finally did learn to speak, he uttered everything twice. അവസാനം സംസാരിച്ചു തുടങ്ങിയപ്പോഴാകട്ടെ എല്ലാ വേർഡും 2 പ്രാവശ്യം ഉച്ചരിക്കുമായിരുന്നു. Einstein did not know what to do with other children and his playmates called him brother boring. ഐൻസ്റ്റീൻ എപ്പോഴും ഈ കളിക്കുന്ന അതർ കുട്ടികളുമായിട്ടൊന്നും ഒട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് തന്നെ ഈ പ്ലേമേറ്റ്സ് ഇവനെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത് ബ്രദർ ബോറിംഗ് എന്നായിരുന്നു. So the youngster played by himself much of the time. അതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് മിക്ക സമയത്തും കളിച്ചുകൊണ്ടിരുന്നത്. He especially loved mechanical toys. അപ്പൊ മെക്കാനിക്കൽ ടോയ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, തന്നെയല്ലേ കളിക്കുന്നത്. Looking at his newborn sister Maja, he said to have said, fine, but where are her wheels? അപ്പൊ അവനൊരു സിസ്റ്റർ ഉണ്ടായി, മാജ എന്ന് പറയുന്ന കുട്ടി. മാജനെ കാണുമ്പോൾ ഇവൾ ചോദിക്കും, ഈ മാജയുടെ വീൽസ് എവിടെയാന്ന്. അപ്പൊ മെക്കാനിക്കൽ ടോയ് ആണെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെഡ് മാസ്റ്റർ once told his father that what Einstein chose as a profession wouldn't matter because he will never make a success at anything. ഒരു ദിവസം ഒരു ഹെഡ് മാസ്റ്റർ ഫാദറിനോട് പറഞ്ഞു, എന്താണ്, ഏത് പ്രൊഫഷൻ എടുത്താലും അത് കാര്യമാക്കണ്ട, ഇവൻ ഒരു പ്രൊഫഷനിലും സക്സസ്ഫുൾ ആവില്ലെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല, അങ്ങനെ പറയുന്നത് കൊള്ളൂല്ല.
Einstein began learning to play the violin at the age of 6 because his mother wanted him to. He later became a gifted amateur violinist, maintaining the skill throughout his life. അദ്ദേഹം വയലിൻ പഠിക്കാൻ തുടങ്ങി 6 വയസ്സുള്ളപ്പോൾ, കാരണം മദറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം വളരെ നല്ലൊരു അമച്വർ വയലിനിസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഫഷൻ ആയിട്ട് എടുക്കാതെ എൻജോയ്മെന്റിന് ഒരു പ്രൊഫഷൻ എടുക്കുന്നതാണ് അമച്വർ വയലിനിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആ ഒരു വയലിനിസ്റ്റ് ആയിട്ട് തുടർന്നു. ബട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് നോട്ട് എ ബാഡ് പീപ്പിൾ. ആൽബർട്ട് ഒരിക്കലും ഒരു കൊള്ളില്ലാത്ത കുട്ടിയൊന്നും ആയിരുന്നില്ല. He went to high school in Munich, where Einstein's family had moved when he was 15 months old and scored good marks in almost every subject. അപ്പൊ ഈ ഐൻസ്റ്റീന് 15 മാസം പ്രായമുള്ളപ്പം ഇവരുടെ ഫാമിലി മുനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തായിരുന്നു. അവിടുത്തെ സ്കൂളിൽ ഐൻസ്റ്റീനെ ആക്കുകയും അവിടെ അവന് നല്ല മാർക്കുകൾ എല്ലാ സബ്ജക്റ്റിനും കിട്ടുകയും ചെയ്തിരുന്നു. ഐൻസ്റ്റീൻ hated the school's regimentation and often clashed with his teachers. പക്ഷെ ഐൻസ്റ്റീൻ ഒരിക്കലും ആ സ്കൂളിന്റെ ഡിസിപ്ലിനും ഓർഡർ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ടീച്ചേഴ്സുമായിട്ട് വഴക്കായിരുന്നു. At the age of 15, Einstein felt so stifled there that he left the school for good. അപ്പൊ ഏകദേശം 15 വയസ്സുള്ളപ്പോൾ ഐൻസ്റ്റീന് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്കൂളിൽ നിന്ന് പോവുകയാണ്. അദ്ദേഹം പക്ഷെ നല്ല കാര്യങ്ങൾക്കാണ് പോയത്. അദ്ദേഹം സക്സസ്ഫുൾ ആയി എന്നാണ് അർത്ഥം, ഗുഡ് എന്ന് വെച്ചാൽ. The previous year, Albert's parents had moved to Milan and left their son with relatives. അപ്പൊ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നതിന് ഒരു വർഷം മുമ്പ് ആൽബർട്ടിന്റെ പേരൻസ് മിലൻ എന്ന സ്ഥലത്തോട്ട് മൂവ് ചെയ്തിരുന്നു. അപ്പൊ ആൽബർട്ടിനെ റിലേറ്റീവ്സിന്റെ കൂടെയാണ് നിർത്തിയിരുന്നത്. After prolonged discussion, Einstein got his wish to continue his education in German-speaking Switzerland in a city which was more liberal than Munich. അപ്പൊ കുറേ ഡിസ്കഷനും പേരൻസിന്റെ പെർമിഷനും ഒക്കെ ചോദിച്ച് ഐൻസ്റ്റീന്റെ ഒരു വിഷ് ഉണ്ടായിരുന്നു. എന്താണ്? ജർമ്മൻ സ്പീക്കിംഗ് സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന്. കാരണം എന്നാണ്? ആ ജർമ്മൻ സ്പീക്കിംഗ് സ്വിറ്റ്സർലൻഡ്, ആ സിറ്റി കുറച്ചും കൂടി ലിബറൽ ആയിരുന്നു മുനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കായും. അപ്പൊ അവിടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. Einstein was highly gifted in mathematics and interested in physics, and after finishing school, he decided to study a university in Zurich. അപ്പൊ ഐൻസ്റ്റീന് മാത്തമാറ്റിക്സും ഫിസിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകളായിരുന്നു. അപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം യൂണിവേഴ്സിറ്റി ഇൻ സൂറിച്ചിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോണെന്ന് ഡിസൈഡ് ചെയ്തു. ബട്ട് സയൻസ് വാസ് നോട്ട് ദ only thing that appealed to the dashing young man with the walrus mustache. അപ്പത്തേക്ക് അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് പേഴ്സൺ ആയി മാറിയായിരുന്നു. സയൻസ് മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അദ്ദേഹത്തിന് നല്ല മുസ്റ്റാഷ്, നല്ല വലിയ മീശയൊക്കെ വന്ന് യങ് ആയിട്ടുള്ള നല്ലൊരു സുന്ദരനായി മാറിയിരുന്നു. He also felt a special interest in a fellow student, Mileva Marik, whom he found to be a clever creature. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒരു സ്റ്റുഡന്റിൽ ഉണ്ടായിരുന്നു. മിലേവ എന്നായിരുന്നു അവളുടെ പേര്. അവളൊരു ക്ലവർ ആയിട്ടുള്ള ഇന്റലിജന്റ് ക്രീച്ചർ ആയിരുന്നു, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. This young Serb had come to Switzerland because the university in Zurich was one of the few in Europe where women could get degrees. അപ്പൊ സൈബീരിയ എന്നുള്ള ഒരു കുട്ടിയായിരുന്നു ഈ മിലേവ മാരിക്. അവള് സ്വിറ്റ്സർലൻഡിൽ വന്ന എന്തിനാണ്? യൂണിവേഴ്സിറ്റി ഇൻ സൂറിച്ചില് ജോയിൻ ചെയ്യാൻ കാരണം അവിടെയാണ്, യൂണിവേഴ്സിറ്റി ഇൻ സൂറിച്ചിലാണ് വുമണിന് ഭയങ്കര ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. Einstein saw in her an ally against the Philistines, those people in his family and the university with whom he was constantly at odds. അപ്പൊ ഐൻസ്റ്റീൻ അവളുടെ ഒരു ഫ്രണ്ടിനെ, ഒരു അസോസിയേറ്റിനെ കാണുകയാണ്, അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പൊ ഫിലസ്റ്റൈൻസ് എന്ന് വെച്ചാൽ വേർഡ് യൂസ്ഡ് ഡിസപ്രൂവിംഗ്ലി ടു ടോക്ക് അബൌട്ട് പീപ്പിൾ ഹു ഡു നോട്ട് ലൈക്ക് ആർട്ട്, ലിറ്ററേച്ചർ ഓർ മ്യൂസിക്. അപ്പൊ അവന്റെ ഫാമിലി മെമ്പേഴ്സിനൊന്നും ഇതൊന്നും അത്ര ഇങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവൾക്ക് ഈ ഐൻസ്റ്റീൻ എപ്പോഴും യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രോബ്ലംസും അങ്ങനെ ഉണ്ടാകും. അപ്പൊ ഈ മിലേവയാണ് അവനൊരു സപ്പോർട്ട് കൊടുത്തിരുന്നത്. ദ കപ്പിൾ ഫെൽ ഇൻ ലവ്. അവര് ഭയങ്കര
സ്നേഹത്തിലായി. Letters survive in which they put their affection into words, mixing science with tenderness. ഇപ്പൊ ലവ് ലെറ്റേഴ്സ് ഒക്കെ അവർ എഴുതി തുടങ്ങി, സയൻസും സോഫ്റ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത്. Wrote Einstein, how happy and proud I shall be when we both have brought our work on relativity to a victorious conclusion. അപ്പൊ ഐൻസ്റ്റീൻ എഴുതിയത് എന്ത് സന്തോഷവും എന്ത് അഭിമാനമാണ് അവളുടെ കൂടെ വർക്ക് ചെയ്ത് റിലേറ്റിവിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു സക്സസ് ആയപ്പോ എന്തൊരു സന്തോഷമാണെന്ന്. അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. In 1900, at the age of 21, Albert Einstein was a university graduate and unemployed. 21 വയസ്സുള്ളപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കിട്ടി, പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. He worked as a teaching assistant, gave private lessons and finally secured a job in 1902 as a technical expert in a patent office in Bern. അപ്പോ അദ്ദേഹം ആദ്യം ഒരു ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് പ്രൈവറ്റ് ലെസൺ ഒക്കെ പ്രൈവറ്റ് ട്യൂഷൻ ഒക്കെ എടുത്തു. പക്ഷെ 1902 ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ട് എവിടെ ജോലി കിട്ടി? പേറ്റന്റ് ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ ഒക്കെ കൊടുക്കുന്ന ഓഫീസ് ബേണില്ല, അവിടെ ജോലി കിട്ടുകയാണ്. While he was supposed to be assessing other people's inventions, അവിടെ അവൻ എന്തായിരുന്നു ജോലി? അവിടെ ആളുകള് കുറെ ഇൻവെൻഷൻസ് ഒക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ അതൊക്കെ അസസ് ചെയ്യണം, എന്തോരം നല്ലതാണെന്ന് അസസ് ചെയ്യണം. Einstein was actually developing his own ideas in secret. അപ്പൊ അതേ സമയം നമ്മുടെ ഐൻസ്റ്റീൻ സ്വന്തം ഐഡിയാസ് ഒക്കെ സീക്രട്ട് ആയിട്ട് ഇങ്ങനെ ഇൻവെൻഷൻസ് ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. He is said to have jokingly called his desk drawer at work the Bureau of Theoretical Physics. അപ്പൊ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഡെസ്ക് ഡ്രോയറിനെ വിളിച്ചിരുന്നത് ബ്യൂറോ ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് എന്നായിരുന്നു. കാരണം അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് ആ ഡെസ്ക് ഡ്രോയറിലായിരുന്നു. One of the famous papers of 1905 was Einstein's special theory of relativity, according to which time and distance are not absolute. 1905 അദ്ദേഹം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുകയാണ്. ആ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചിട്ട് എന്താണ്, ടൈമും ഡിസ്റ്റൻസും അബ്സല്യൂട്ട് അല്ല, അത് റിലേഷൻ ഇല്ല, അതിനൊരു റിലേഷൻ ഇല്ല എന്നാണ് കണ്ടുപിടിച്ചത്. Indeed, two perfectly accurate clocks will not continue to show the same time if they come together again after a journey if one of them has been moving very fast relative to other. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? രണ്ട് ക്ലോക്കുകൾ ഇങ്ങനെ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ലാപ്പ് കഴിഞ്ഞ് അടുത്ത ജേർണിയിൽ അത് ഒരേ സ്പീഡിലായിരിക്കണം അല്ലെങ്കിൽ ഒരേ സ്പേസിലായിരിക്കണം എന്ന് നിർബന്ധമല്ല. ചെറിയ വ്യത്യാസം, വളരെ ചെറിയ വ്യത്യാസം ആ മൂവ്മെന്റിൽ കാണാൻ സാധിക്കും. From this followed the world's most famous formula which describes the relationship between mass and energy. അപ്പൊ അങ്ങനെ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് ഈ ലോകത്തിലെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല E equal to mc², അത് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E എന്ന് വെച്ച എനർജി, M മാസ്, C എന്ന് വെച്ച സ്പീഡ് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, അപ്പൊ ഈ E equal to mc² എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല കണ്ടുപിടിച്ചത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. While Einstein was solving the most difficult problems in physics, his private life was unraveling. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഫേമസ് ആകുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൽബർട്ട് ഹാഡ് വാണ്ടഡ് ടു മാരി മിലേവ. കാരണം എന്താണ്? ആൽബർട്ടിന് മിലേവേനെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു റൈറ്റ് ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് സ്റ്റഡീസ്. പക്ഷെ എന്ത് പറ്റി? ബട്ട് ഹിസ് മദർ വാസ് അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ മദർ ആ കല്യാണത്തിന് എതിരായിരുന്നു. ഷി തോട്ട്, കാരണം എന്താ? ഷി തോട്ട് മിലേവ ഹു വാസ് 3 years older than her son was too old for him. മിലേവ ശരിക്കും നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ 3 വയസ്സ് ഓൾഡർ ആണ്. അപ്പോ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഷി വാസ് ഓൾസോ ബോതേർഡ് ബൈ മിലേവാസ് ഇന്റലിജൻസ്. അത് മാത്രമല്ല, അവർക്ക് ഈ മിലേവ ഭയങ്കര ഇന്റലിജന്റ് ആയ, 2 ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ജീവിച്ച ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന തോന്നി. ഷീസ് എ ബുക്ക് ലൈക്ക് യു, ഹിസ് മദർ സെഡ്. ഐൻസ്റ്റീൻ പുട്ട് ദ വെഡിങ് ഓഫ്. അപ്പൊ എപ്പോഴും പറയുമായിരുന്നു, നീ അവളും നിന്നെ പോലെ ഒരു എന്താണ് ബുക്ക് വേമാണ് എന്ന് എപ്പോഴും അമ്മ പറയായിരുന്നു. അങ്ങനെ കല്യാണം നടക്കാതെ വരികയാണ്.
The pair finally married in January 1903. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം 1903 ഇവർ കല്യാണം കഴിച്ചു. And had two sons. അവർക്ക് രണ്ട് ആൺകുട്ടികളും ഉണ്ടായി. But a few years later the marriage faltered. കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാരേജ് വീക്ക് ആയി തുടങ്ങി. മിലേവ meanwhile was losing her intellectual ambition and becoming an unhappy housewife. കാരണം എന്നാ, മിലേവയ്ക്ക് ആ ഒരു ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു, ഭയങ്കര പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചതോടുകൂടി അവളൊരു മദർ ഒക്കെ ആയി വീട്ടിലെ ഹൗസ് വൈഫ് ആയിട്ട് ഒതുങ്ങിപ്പോയി. അപ്പൊ അവൾക്ക് ആകെ ഒരു ഫ്രസ്ട്രേഷൻ ആയി. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് കോൺസ്റ്റന്റ് ഫൈറ്റിംഗ് ദ കപ്പിൾ ഫൈനലി ഡിവോഴ്സ്ഡ് ഇൻ 1999. ഭയങ്കര ഇടിയൊക്കെ ആയിട്ട് അവസാനം 1999 അവര് ഡൈവോഴ്സ് ആവുകയാണ്. ഐൻസ്റ്റീൻ മാരീഡ് ഹിസ് കസിൻ എൽസ ദ സെയിം ഇയർ. അതേ വർഷം തന്നെ ഐൻസ്റ്റീൻ അവരുടെ റിലേറ്റീവായ എൽസേനെ, കസിനായ എൽസേനെ കല്യാണം കഴിക്കുകയും ചെയ്തു. Einstein's new personal chapter coincided with his rise to world fame. അപ്പൊ ഐൻസ്റ്റീന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ ഫേമസ് ആയി. In 1915 he had published his general theory of relativity which proved a new interpretation of gravity. അപ്പൊ ഗ്രാവിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ തിയറി ഓഫ് ഗ്രാവിറ്റി പുള്ളി 1915 പബ്ലിഷ് ചെയ്തു. An eclipse of the sun in 1919 brought proof that it was accurate. അപ്പൊ ആ സണ്ണിന്റെ ഒരു എക്ലിപ്സ് ഈ കണ്ടുപിടുത്തം കറക്റ്റ് ആണെന്ന്, ആക്യുറേറ്റ് ആണെന്ന് 1990 തെളിയിക്കുകയും ചെയ്തു. Einstein had correctly calculated in advance the extent to which the light from fixed stars would be deflected through the sun's gravitational field. അപ്പൊ ഈ ഐൻസ്റ്റീന് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ലൈറ്റ് സ്റ്റാർസിൽ നിന്ന് സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലൊക്കെ എത്തുന്ന സമയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. The newspapers proclaimed his work as a scientific revolution. ന്യൂസ് പേപ്പർ ഒക്കെ പറഞ്ഞു ഇത് സയന്റിഫിക് റെവല്യൂഷൻ ആണെന്ന് ഹെഡിങ് ഒക്കെ കൊടുത്താണ് ന്യൂസ് വന്നത്. ഐൻസ്റ്റീൻ റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് ഇൻ 1921. 1921 ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടി ഫിസിക്സില്. He was showered with honors and invitations from all over the world and lauded by the press. അപ്പൊ കുറെ അംഗീകാരങ്ങളും ഇൻവിറ്റേഷൻസ് ഒക്കെ വേൾഡ് ഫേമസ് ആയിട്ട് പുള്ളിക്ക് കിട്ടുകയും ചെയ്തു. ലോഡഡ് എന്ന് വെച്ചാൽ ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കൊടുത്താണ് നമ്മുടെ മീഡിയാസ് ഒക്കെ ന്യൂസ് ഒക്കെ എഴുതിയത് ഐൻസ്റ്റീനെ കുറിച്ചിട്ട്. When the Nazis came to power in Germany in 1933, Einstein immigrated to the United States. അപ്പൊ 1933 ജർമ്മനിയിലെ നാസീസ് പവറിൽ വരികയാണ്. ആ സമയത്ത് ഐൻസ്റ്റീൻ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു. 5 years later, the discovery of nuclear fission in Berlin had American physicists in an uproar. അപ്പൊ ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിക്കുകയാണ് അമേരിക്കൻസ്. Many of them had fled from fascism just as Einstein had, and now they were afraid of Nazis could build and use an atomic bomb. അപ്പൊ ഇവർ ആ പേടിച്ചായിരിക്കണം ഈ നാസീസ് ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇവര് ബോംബൊക്കെ ഉണ്ടാക്കും, ആറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്ന പേടിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് കുറെ ആളുകള് ദൂരേട്ട് പലായനം ചെയ്തു, ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വേൾഡ് വാറിന്റെ ടൈമുമാണ്. അറ്റ് ദ ഏർജിംഗ് ഓഫ് എ കൊളീഗ്, Einstein wrote a letter to the American president Franklin D. Roosevelt on 2nd August 1939 in which he warned a single bomb of this type exploded in a port might very well destroy the whole part together with some of the surrounding territory. അപ്പൊ ഒരു കൊളീഗിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ഐൻസ്റ്റീൻ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതി. എന്താണ്, ഇതുപോലെ ഈ ആറ്റോമിക് ബോംബ്, ഒരു ബോംബ് മതി എന്താണ് ഈ ലോകത്തെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യാൻ എന്ന്, അല്ലെങ്കിൽ ആ സറൗണ്ടിങ് ടെറിട്ടറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ മതി എന്ന്, അതുകൊണ്ട് അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ലെറ്റർ ചെയ്തത്. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് ഫെയിൽ ടു ഹാവ് ആൻ ഇഫക്റ്റ്. ദ അമേരിക്കൻസ് ഡെവലപ്ഡ്, അദ്ദേഹത്തിന്റെ ലെറ്റർ
ഡിഡ് നോട്ട് ഫെയിൽ ടു ഹാവ് ആൻ ഇഫക്ട് എന്ന് വെച്ചാൽ അത് അതിനൊരു എഫക്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. അമേരിക്കൻസ് ആറ്റം ബോംബ് ഉണ്ടാക്കി സീക്രട്ട് പ്രൊജക്റ്റ് ആയിട്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവര് ജാപ്പനീസ് സിറ്റികളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ബോംബ് കൊണ്ടുവന്ന് ഇട്ടു. നമുക്കറിയാം അല്ലെ, ഏത് വർഷമാണ്? 1945 ഓഗസ്റ്റിൽ. എത്ര മനുഷ്യരാണ് മരിച്ചത്, എത്ര പേർക്കാണ് അസുഖം വന്ന് അവര് ജീവിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചത്. ഐൻസ്റ്റീൻ വാസ് ഡീപ്ലി ഷേക്കൺ ബൈ ദ എക്സ്റ്റെന്റ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ. അപ്പൊ ഐൻസ്റ്റീൻ ഭയങ്കര വിഷമമായി, ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്തൊരു കഷ്ടമായി പോയി. ദിസ് ടൈം ഹി റോട്ട് എ പബ്ലിക് മെസ്സീവ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹം അവിടെ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം ആ ഒരു എന്താണ് വേറൊരു ലെറ്റർ ചെയ്താണ് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി യുണൈറ്റഡ് നേഷൻസിനായിട്ട്. അതിൻ്റെ അകത്ത് എന്താണ്? ഇൻ ഇറ്റ് ഹി പ്രപ്പോസ് ദ ഫോർമേഷൻ ഓഫ് ദ വേൾഡ് ഗവൺമെന്റ്. എന്ത് പ്രപ്പോസലാ വെച്ച? ഒരു വേൾഡ് ഗവൺമെന്റ് ഫോം ചെയ്യണം. അൺലൈക്ക് ദ ലെറ്റർ ടു റൂസ്വെൽറ്റ്, ദിസ് വൺ മെയ്ഡ് നോ ഇമ്പാക്ട്. അപ്പോ ആ റൂസ്വെൽറ്റിന് എഴുതിയ ലെറ്റർ പോലെ തന്നെ ഇതും സംഭവിച്ചു. വലിയ ഇമ്പാക്ട് ഒന്നും ഇതിന് ഉണ്ടായില്ല, വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല. ബട്ട് ഓവർ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഐൻസ്റ്റീൻ ഗോട്ട് എവർ മോർ ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്. പക്ഷെ ആ ഈ രണ്ട് ലെറ്ററും വലിയ ഗുണമൊന്നും കണ്ടില്ലെങ്കിലും കുറെ വർഷങ്ങളോളം ഐൻസ്റ്റീൻ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്തു. പൊളിറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്തു നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. അജിറ്റേറ്റിംഗ് ഫോർ ആൻ എൻഡ് ടു ദ ആംസ് ബിൽഡപ്പ് and using his popularity to campaign for peace and democracy. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ആറ്റോമിക് ബോംബ് അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു എൻഡ് വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറെ ക്യാമ്പയിനും അതും ഇതൊക്കെ നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? പീസിനും ഡെമോക്രസി, ജനാധിപത്യത്തിനും വേണ്ടിയിട്ട്. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. When Einstein died in 1955 at the age of 76, he was celebrated as a visionary and world citizen as much as a scientific genius. അപ്പൊ അദ്ദേഹം 76-ാം വയസ്സിൽ 1955 മരിക്കുമ്പം അദ്ദേഹം വളരെ ഒരു വിഷണറി നല്ലൊരു നമ്മുടെ ലോകത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് നല്ലൊരു വിഷനുള്ള ആളുമായിരുന്നു. ഒരു വേൾഡ് സിറ്റിസൺ ആയിരുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു പൊളിറ്റീഷ്യനും ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹം ഒരു സയന്റിഫിക് ജീനിയസും ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ലെസൺ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ലെസൺ ആയിട്ട് കാണാം. ബൈ.